നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. തൃശൂർ പാവറട്ടിയിൽ ഭർതൃപീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ യുവതിയുടെ അന്ത്യകർമ്മങ്ങൾ മക്കളെ കൊണ്ട് ചെയ്യിക്കുന്നതിനെ ചൊല്ലി തർക്കം. മക്കളെ യുവതിയുടെ വീട്ടിലേക്ക് അയക്കാൻ ഭർതൃവീട്ടുകാർ തയ്യാറാകാതിരുന്നതാണ് കാരണം. പിന്നീട് ചർച്ചയിൽ മക്കളെ മൃതദേഹം കാണിച്ച് മടക്കിക്കൊണ്ടു പോകാമെന്ന് ഇരു കുടുംബങ്ങളും സമ്മതിച്ചു. ഇന്നലെയാണ് നാട്ടികയിലെ ഭർത്താവ് സന്തോഷിന്റെ വീട്ടിൽ വെച്ച് പാവറട്ടി സ്വദേശിനിയായ ആശ കുന്നിക്കുരു കഴിച്ചത്. 12 വർഷം മുൻപായിരുന്നു ആശയുടെയും സന്തോഷിന്റെയും വിവാഹം. 10ഉം 4ഉം വയസ്സായ 2 ആൺമക്കളാണ് ഇവർക്കുള്ളത്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ വീട്ടിൽ ഐശ്വര്യമില്ലെന്ന് ആരോപിച്ച് ആശയെ സന്തോഷിന്റെ അമ്മയും സഹോദരനും ഉപദ്രവിക്കുമായിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചു. കഴിഞ്ഞ ദിവസമാണ് വിദേശത്തായിരുന്ന സന്തോഷ് നാട്ടിലെത്തിയത്. ഇതിനിടെ ഇന്നലെ വീണ്ടും പ്രശ്നമുണ്ടായപ്പോൾ ആശ കുന്നിക്കുരു കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചു. ആശയെ ആശുപത്രിയിലെത്തി സന്തോഷ് സന്ദർശിച്ചെങ്കിലും മരിച്ച ശേഷം തിരിഞ്ഞു നോക്കിയില്ല. മൃതദേഹം ഏറ്റുവാങ്ങാനും തയ്യാറായില്ല. സന്തോഷിന്റെ നാടായ നാട്ടികയിൽ മൃതദേഹം സംസ്കരിക്കണമെന്നായിരുന്നു ആശയുടെ കുടുംബത്തിന്റെ ആവശ്യം. എന്നാൽ സന്തോഷിന്റെ വീട്ടുകാർ അത് അംഗീകരിച്ചില്ല. തുടർന്ന് പാവറട്ടിയിൽ ആശയുടെ വീട്ടുവളപ്പിൽ സംസ്കാരം തീരുമാനിച്ചു. ഇന്ന് രാവിലെ 10 മണിയായിരുന്നു സമയമായി നിശ്ചയിച്ചത്. അന്ത്യകർമ്മങ്ങൾക്കായി മക്കളെ അയക്കാനാവില്ലെന്ന് സന്തോഷിന്റെ കുടുംബം അറിയിച്ചതോടെ വിഷയം പോലീസിന് മുന്നിലെത്തി. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് മക്കളെ ആശയുടെ മൃതദേഹം കാണിക്കാമെന്ന് സന്തോഷിന്റെ കുടുംബം സമ്മതിച്ചത്. ന്യൂസ് 18 തൃശൂർ. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പത്തനംതിട്ട തിരുവല്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. രോഗബാധിത മേഖലകളിലെ 1000ഓളം കോഴികളെയും താറാവുകളെയും 3 ദിവസത്തിനുള്ളിൽ കൊന്നൊടുക്കും. നെടുമ്പ്രം പെരിങ്ങര പഞ്ചായത്തുകളിലെ രോഗപ്രഭവ കേന്ദ്രങ്ങൾക്ക് സമീപം 10 കിലോമീറ്റർ ചുറ്റളവ് സർവൈലൻസ് സോണായി പ്രഖ്യാപിച്ചു. നെടുമ്പ്രം പഞ്ചായത്തിലെ 2ാം വാർഡിൽ കഴിഞ്ഞയാഴ്ച വളർത്തുകോഴികൾ രോഗം വന്ന് ചത്തതോടെയാണ് തിരുവല്ലയിൽ പക്ഷിപ്പനി രോഗം സംശയിച്ചത്. തിരുവല്ലയിലെയും ഭോപ്പാലിലെയും ലാബുകളിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ഇതോടെയാണ് പക്ഷിപ്പനി ആദ്യം സ്ഥിരീകരിച്ച നെടുമ്പ്രം പെരിങ്ങര പഞ്ചായത്തുകളിലായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 2 ടീമുകൾ, ഒന്ന് മണക്ക ഹോസ്പിറ്റലിന് അവിടുന്ന്, അതുപോലെ തന്നെ കോച്ചാരിമുഖം ഭാഗത്തുനിന്ന്, അങ്ങനെ 2 ടീമുകൾ ഇതിനോടൊപ്പം സമാന്തരമായി ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രോഗപ്രഭവ കേന്ദ്രങ്ങളുടെ 1 കിലോമീറ്റർ ചുറ്റളവ് രോഗബാധിത പ്രദേശമായും 1 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെയുള്ള ചുറ്റളവ് സർവൈലൻസ് സോണായും പ്രഖ്യാപിച്ചു. ഈ പ്രദേശങ്ങളുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ കോഴി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ 3 ദിവസത്തേക്ക് അടച്ചിടാനും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. 2 ദിവസങ്ങളിലായി നടക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മേഖലയിലെ 1000ഓളം കോഴികളെയും താറാവുകളെയും കൊന്നൊടുക്കും. വളർത്തുമൃഗങ്ങളുടെ പ്രായമനുസരിച്ചാവും ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുകയെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എന്നാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. ന്യൂസ് 18 പത്തനംതിട്ട. പത്തനംതിട്ട നഗര മധ്യത്തിൽ വൻ തീപിടുത്തം. ഹോട്ടലും ചിപ്സ് കടയും അടക്കം 4 കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. സിവിൽ സ്റ്റേഷന് സമീപമുള്ള ചിപ്സ് കടയിൽ നിന്നാണ് മറ്റു കടകളിലേക്ക് തീ പടർന്നു പിടിച്ചത്. അപകട കാരണം വ്യക്തമല്ല. ഉച്ചയ്ക്ക് 1:30യോടെയാണ് പത്തനംതിട്ട നഗരത്തെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയ തീപിടുത്തം ഉണ്ടായത്. ആദ്യം നഗരത്തിലെ ചിപ്സ് കടയിലും തുടർന്ന് സമീപത്തെ കടകളിലേക്കും തീ പടരുകയായിരുന്നു. 3 ചിപ്സ് കടകളും 1 ചെരുപ്പ് കടയും പൂർണ്ണമായി കത്തിനശിച്ചു. ചിപ്സ് കടയിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് അപകടത്തിന്റെ തീവ്രത കൂട്ടി. അഗ്നിരക്ഷാസേനയുടെ 6 യൂണിറ്റുകളെത്തി 1.5 മണിക്കൂറിലധികം പരിശ്രമിച്ച ശേഷമാണ് തീ അണയ്ക്കാനായത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് വൻ ദുരന്തം ഒഴിവായത്. നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന കടകളായതിനാൽ മണിക്കൂറുകളോളം ആശങ്ക പരത്തി. ചിപ്സ് കടയിൽ ആദ്യം തീപിടുത്തം ഉണ്ടായതിനു ശേഷം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് മറ്റു കടകളിലേക്ക് തീ പടർന്നത്. ചിപ്സ് കടയിൽ നിന്നും 10ഓളം ഗ്യാസ് സിലിണ്ടറുകളാണ് പോലീസ് കണ്ടെത്തിയത്. പരമാവധി 4 വാണിജ്യ സിലിണ്ടറുകൾ മാത്രമേ ഒരു കടയിൽ സൂക്ഷിക്കാവൂ എന്നിരിക്കെ കൂടുതൽ സിലിണ്ടറുകൾ സൂക്ഷിച്ചതും അപകടത്തിന്റെ ആക്കം കൂട്ടി. തീപിടുത്തത്തിൽ 6 പേർക്ക് പൊള്ളലേറ്റു. എന്നാൽ ഇവരുടെ നില ഗുരുതരമല്ല. ന്യൂസ് 18 പത്തനംതിട്ട. മത്തായി ചാക്കോ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മുക്കം ഫെസ്റ്റ് 2023 വർണ്ണാഭമായ തുടക്കം. മുക്കം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഫെസ്റ്റ് നഗരിയിൽ സമാപിച്ചു. തുടർന്ന് മാമ്പറ്റ പ്രതീക്ഷ സ്കൂളിലെയും തൊണ്ടിമ്മൽ സാൻജോ ഭവൻ സ്കൂളിലെയും കുട്ടികൾ ബലൂൺ പറത്തി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഇവരാണ് നമ്മുടെ മുഖ്യ അതിഥികൾ. ഇടുക്കി പെരുവന്താനത്ത് വാഹനാപകടത്തിൽ 22 പേർക്ക് പരുക്ക്. പെരുന്താനം കൊടികുത്തി ചാമപ്പാറ വളവിൽ ട്രാവലർ മറിഞ്ഞാണ് അപകടമുണ്ടായത്. മുംബൈയിൽ നിന്ന് എത്തിയ വിനോദസഞ്ചാരികളുടെ വാഹനമാണ് മറിഞ്ഞത്.
കൊച്ചി, മൂന്നാർ, കുമളി എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ശേഷം കന്യാകുമാരിയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ആരുടെയും പരുക്ക് ഗുരുതരമല്ല. പെരുവന്താനം പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. വയനാട് മുത്തങ്ങയിൽ രേഖകളില്ലാതെ കൊണ്ടുവന്ന 519.8 ഗ്രാം സ്വർണം പിടികൂടി. ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് വന്ന KSRTC ബസ്സിലെ യാത്രക്കാരിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. സംഭവത്തിൽ കോഴിക്കോട് കോട്ടൂളി സ്വദേശിയായ ആദിത്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത്. സ്വർണം തുടർ നടപടികൾക്കായി GST എൻഫോഴ്സ്മെന്റ് ഓഫീസർക്ക് കൈമാറി. കണ്ണൂർ ഇരിട്ടി ആറളം ഫാമിൽ തൊഴിലാളികളും ജീവനക്കാരും സൂചനാ പണിമുടക്ക് നടത്തി. 4 മാസമായി ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്നാണ് സമരം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് വരെയുള്ള വേതനമാണ് തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടുള്ളത്. തൊഴിലാളികളുടെ വേതനം സർക്കാർ ഏറ്റെടുക്കുക, വേതന കുടിശ്ശിക നൽകുക, വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത തൊഴിലാളികളുടെ യൂണിയനുകളുടെ നേതൃത്വത്തിൽ ജീവനക്കാർ ഉൾപ്പെടെ സമരം നടത്തിയത്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കുൾപ്പെടെ സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ധോണിയെ വിറപ്പിക്കുന്ന PT-7 പിടികൂടാനുള്ള ദൗത്യം ആരംഭിച്ചു. സാഹചര്യം അനുകൂലമായാൽ നാളെ തന്നെ മയക്കുവെടി വയ്ക്കാനാണ് തീരുമാനം. ദൗത്യസംഘ തലവൻ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിൽ ധോണിയിൽ അവലോകന യോഗം ചേർന്നു. PT-7 പിടിക്കാനുള്ള 3ാമത്തെ കുങ്കിയാനയും കൊണ്ട് വയനാട്ടിൽ നിന്നുള്ള ദൗത്യസംഘം ഇന്ന് പുലർച്ചെത്തി. ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ അരുൺ സക്കറിയ, ഒലവക്കോട് അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് B രഞ്ജിത്ത് എന്നിവർ സംഘാംഗങ്ങളുമായി ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ACF രഞ്ജിത്ത് പറഞ്ഞു. അവലോകനത്തിന് ശേഷം നമ്മളത് എങ്ങനെയാണ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്താണെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഒരു ട്രയൽ നമുക്ക് ഫീൽഡ് നടത്താനുണ്ട്. ട്രയൽ എന്ന് പറയുന്നത് ഷൂട്ടിംഗ് അല്ല, നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വെഹിക്കിൾ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. റാമ്പ് തയ്യാറാക്കാനുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. എന്നിരുന്നാലും നാളെ തൊട്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫീൽഡിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നാളെ തന്നെ പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, എങ്കിലും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ആനയെ തളയ്ക്കാനുള്ള കൂടിന്റെ പരിശോധനയും PT-7 കൊണ്ടുവരാനുള്ള ട്രാക്ക് പരിശോധനയും അധികൃതർ നടത്തും. വയനാട്ടിൽ നിന്ന് 26 പേരും പാലക്കാട് നിന്ന് 50 പേരുമാണ് ദൗത്യത്തിനായി കൈകോർക്കുക. നാളെ രാവിലെ തന്നെ PT-7 പിടികൂടാനുള്ള ദൗത്യം ആരംഭിക്കും. സാഹചര്യം അനുകൂലമായാൽ നാളെ തന്നെ പിടികൂടി ധോണിയിലെ കൂട്ടിലടയ്ക്കും. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. മയക്കുമടി വെച്ച് പിടികൂടുന്ന PT-7 ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിൽ പ്രത്യേകമായി തയ്യാറാക്കിയ കൂട്ടിലാണ് തളയ്ക്കുക. 15 അടി നീളവും വീതിയുമുള്ള കൂടിന്റെ പ്രത്യേകതകളെക്കുറിച്ച് പ്രസാദ് ഉടുമ്പിശ്ശേരിയുടെ റിപ്പോർട്ട്. ഈ കൂടിനെ കുറിച്ച് ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഈ കൂടിന്റെ ഇതിന്റെ വിസ്തൃതി എത്രയാണ്? എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ്? 15 അടി കൂടാണ്. കാരണം ആനയുടെ സൈസ് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ അവൻ്റെ വലിപ്പം നോക്കിയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് എക്സ്പെർട്ട് ടീം, വയനാട്ടിലുള്ള ടീമാണ്, അവരാണിത് ചെയ്തിട്ടുള്ളത്. മുഴുവൻ യൂക്കാലി ഉപയോഗിച്ചുകൊണ്ടുള്ള ഇതാണ്. കാരണം ആനയ്ക്ക് ഇഞ്ചുറി പറ്റാത്ത രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. 6 അടിയോളം താഴ്ചയുണ്ട്, 18 അടി മുകളിലേക്കുണ്ട്. മൊത്തം 24 അടിയുടെ കടകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അഥവാ ആന വന്ന് ഇടിച്ചാലും ഒരു കുഷനിങ് എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ. 15 അടി നീളവും വീതിയുമുള്ള കൂട് യൂക്കാലിപ്റ്റിന്റെ മരങ്ങളാണ് ഇതിലേക്ക് ഉപയോഗിക്കുക. അതിന് അദ്ദേഹം പറഞ്ഞതിന്റെ പ്രധാന കാരണം, സാധാരണ വന്യമൃഗമായതുകൊണ്ട് തന്നെ ഇതിലകത്ത് ഇടുമ്പോൾ, തളച്ചിടുന്ന സമയത്ത് അത് പുറത്തേക്ക് ചാടാനുള്ള ശ്രമങ്ങൾ നടത്തും. ഈ മരത്തിൽ ഇടിച്ച് അതിനെ പൊളിച്ചുകൊണ്ട് തകർത്ത് പുറത്തു വരാനുള്ള ശ്രമങ്ങളായിരിക്കും പരമാവധി നടത്തുക. അങ്ങനെ വരുമ്പോൾ അതിന് പരിക്ക് പറ്റരുത് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഈ ഒരു മരം ഉപയോഗിക്കാനുള്ള കാരണം എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും കൂടിന്റെ നിർമ്മാണമെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആനയെ മയക്കുവെടി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നാളെ തന്നെ അത് സംബന്ധിച്ചുള്ള നടപടികളിൽ ഉണ്ടാകും. അനുകൂല സാഹചര്യമാണെങ്കിൽ നാളെ തന്നെ മയക്കുവെടി വെച്ച് ആനയെ പിടിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. ഡോക്ടർ അരുൺ സക്രിയ തന്നെ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകും എന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥരുടെ സംഘമെല്ലാം തന്നെ അവലോകന യോഗം ചേർന്നിരുന്നു. അതിൽ 26 അംഗ സംഘം വയനാട്ടിൽ നിന്ന് വരികയും പിന്നീട് ഇവിടെ നിന്ന് ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി 50 പേരടങ്ങുന്ന സംഘമാണ് ഇതിൽ സഹായിക്കുന്നതിന് വേണ്ടി പാലക്കാട് നിന്ന് ഈ ദൗത്യ സംഘത്തോടൊപ്പം ചേരുക. അവരെല്ലാം തന്നെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട്, 5 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ ആനയെ പിടിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. നാളെ രാവിലെ ഒരുപക്ഷെ അത്തരം ഒരു വലിയൊരു ആശ്വാസ വാർത്ത ധോണിക്കാർക്ക് കേൾക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ്. അതിന്റെ നടപടികളിലേക്ക് വനം വകുപ്പ് കടക്കുകയാണ്. അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ പേടിച്ച് കഴിയുകയാണ് ഇടുക്കിക്കാർ. ശാന്തൻപാറ പന്നിയാറിലെ റേഷൻ കടയ്ക്ക് നേരെ ആനയുടെ ആക്രമണമുണ്ടായി. ദിവസങ്ങൾക്ക് മുമ്പും ഇതേ റേഷൻ കടയുടെ ഭിത്തി തകർത്ത് ആന അരി നശിപ്പിച്ചിരുന്നു.
ചില്ലിക്കൊമ്പനും പടയപ്പയ്ക്കും മൊട്ടവാലനും ചക്കക്കൊമ്പനും പിന്നാലെ ഹൈറേഞ്ച് നിവാസികളുടെ ഉറക്കം കെടുത്തുകയാണ് അരിക്കൊമ്പൻ. തോട്ടം തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട റേഷൻ വിഹിതം പോലും കാട്ടാനകൾ ഇല്ലാതാക്കുന്ന അവസ്ഥയാണ്. കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന റേഷൻ അരിയും അകത്താക്കി. കൈ കൊണ്ടിളക്കിയ ഈ കല്ല് താഴെ പോകും. പിന്നെ ഒരു ആന വന്നിരുന്നോണ്ടാൽ എന്താ എൻ്റെ ഉറപ്പ്? ഇനി അത്യാവശ്യം വേണം എന്നാണ് ചോദിച്ചാൽ ഈ കെട്ടിടം ഒന്നെങ്കിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ ഒരു കാര്യം. ഇത് 6ാമത്തെ തവണയാണ് ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത്. ചൂണ്ടൽ സ്വദേശി ആന്റണിയാണ് 26 വർഷമായി ഈ റേഷൻ കട നടത്തുന്നത്. എത്ര തവണ കാട്ടാന ആക്രമണമുണ്ടായി എന്ന് കണക്കില്ല. ഓരോ തവണയും കാട്ടാന കട തകർക്കുമ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും തുറക്കും. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി പുതിയ റേഷൻ കട നിർമ്മിച്ചു നൽകാൻ ആലോചിക്കുന്നതായും ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത്. ഇടുക്കിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. കാട്ടുപന്നികൾ കൂട്ടമായി എത്തി കൃഷി നശിപ്പിക്കുന്നത് മൂലം ഹൈറേഞ്ചിലെ കർഷകർ കടുത്ത ആശങ്കയിലാണ്. കഴിഞ്ഞ ദിവസം അടിമാലി കുരങ്ങാട്ടിയിൽ വിളവെടുക്കാറായ നെൽകൃഷി കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിച്ചു. ഇടുക്കി ഹൈറേഞ്ചിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ കർഷകർ വലിയ പ്രയാസത്തിലാണ്. കൂട്ടമായി ആണ് പന്നികൾ കൃഷിയിടത്തിൽ എത്തുന്നത്. ഇവ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കുകയാണ്. ആരും കൃഷി ചെയ്യാത്തതിൻ്റെ കാരണം പന്നിയുടെ ശല്യം കൊണ്ടാണ്. കൃഷിയിൽ നിന്ന് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് വിളവെടുക്കാൻ പറ്റില്ല. ഈ വർഷം ഇപ്പം കൃഷി ഞങ്ങൾ ഒരു 8 ദിവസം കഴിഞ്ഞാൽ വിളവെടുപ്പാറായി നിൽക്കുന്ന നെല്ലാണ് ഞങ്ങളിപ്പോൾ കൃഷി ചെയ്ത് നിർത്തിയിരിക്കുന്നത്. 2 മണി വരെ 3 മണി വരെയൊക്കെ ഞങ്ങൾ രാത്രി കാവലിരിക്കാറുണ്ട്. അതിനുശേഷം ഇരിക്കാൻ പറ്റില്ല. ആ 3 മണിക്ക് ശേഷമായിരിക്കും വന്ന് ഞങ്ങളുടെ നെല്ലിൽ ഒരു 1/2 ഏക്കറോളം നെല്ല് കംപ്ലീറ്റ് പന്നി നശിപ്പിച്ച് കളഞ്ഞു. അത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. അടിമാലി കുരങ്ങാട്ടി സ്വദേശിയായ പുളിയൻമാക്കൽ ജോണും മകൻ ജോൺ ബൈനോയും സ്വന്തമായുള്ള 3 ഏക്കർ പാടത്ത് കൃഷി ഇറക്കിയിരുന്നു. വിളവെടുക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കഴിഞ്ഞ ദിവസം രാത്രി കൂട്ടമായി എത്തിയ കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചത്. 1/2 ഏക്കറിലധികം സ്ഥലത്ത് കൃഷിനാശമുണ്ടായി. ഗവൺമെൻറ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് ഏത് വിധേനയും ഇതിനൊരു സംരക്ഷണം തരണം. ഈ നെല്ല് ഞങ്ങൾക്ക് കൊയ്തെടുക്കാനുള്ള സംരക്ഷണം. അപ്പോൾ ഏത് വിധേനയും പന്നിയെ പിടിക്കാൻ വേണ്ടിയിട്ട് കർഷകൻ അനുവാദം കൊടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യർ എങ്ങനെയെങ്കിലുമൊക്കെ പന്നിയിൽ നിന്ന് നെല്ലിനെ രക്ഷിച്ചോളും. അതില്ലായെങ്കിൽ ഞങ്ങൾ ബുദ്ധിമുട്ടാണ്. ഞങ്ങളൊക്കെ ആത്മഹത്യയുടെ പത്തിലേക്കാണ്. ഈ കൃഷി ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അത് ഗവൺമെൻറ് അതിന് നടപടി എടുത്തു തരണം. ജീവിക്കാൻ നിർവാഹമില്ല. ഗവൺമെൻറ് ഇതിൽ നിന്ന് സംവിധാനം ഉണ്ടാക്കി തന്നേ പറ്റൂ. കുരങ്ങാട്ടിയിലെ ജോൺ ഉൾപ്പെടെയുള്ള കർഷകർ മുടങ്ങാതെ നെൽകൃഷി ചെയ്യുന്നവരാണ്. എന്നാൽ കൃഷി ഇറക്കാൻ കർഷകനും വിളവെടുക്കാൻ വന്യമൃഗങ്ങളും എന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ. കൃഷിയല്ലാതെ മറ്റു മാർഗമില്ലെന്നും കാട്ടുമൃഗങ്ങളിൽ നിന്ന് കൃഷിക്ക് സംരക്ഷണമൊരുക്കാൻ സർക്കാർ തയ്യാറാവണമെന്നുമാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. വിളവെടുപ്പ് സീസണിൽ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞത് ഇടുക്കിയിലെ കുരുമുളക് കർഷകരെ ആശങ്കയിലാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും രോഗങ്ങളും തുടർച്ചയായതോടെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വിളവ് 3-1 കുറഞ്ഞു. സീസണിൽ വില ഉയർന്നാലും ഇതിന്റെ പ്രയോജനം ലഭിക്കില്ലെന്ന് കർഷകർ പറയുന്നു. ഇടുക്കിയുടെ മലയോര മേഖലയിൽ ജനുവരി ആദ്യവാരം മുതൽ കുരുമുളക് വിളവെടുപ്പ് തുടങ്ങി. 1 കിലോ ഉണക്ക കുരുമുളകിന് 480 മുതൽ 520 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. എന്നാൽ വിളവെടുപ്പ് പൂർത്തിയാകുന്നതോടെ വിലയിൽ കുറവ് വരാനും സാധ്യതയുണ്ട്. ഏലം വില കൂപ്പുകുത്തിയതോടെ ഇടവിളയായി കുരുമുളക് കൃഷിയെയാണ് കർഷകർ ആശ്രയിച്ചിരുന്നത്. എന്നാൽ വിളവിൽ കുറവ് വന്നതോടെ കൃഷിയിൽ നഷ്ടം നേരിടുമെന്ന ആശങ്കയിലാണ് കർഷകർ. നമ്മുടെ ഇപ്പോൾ ഈ കുരുമുളക് പറിക്കുന്ന ഈ സമയമായിട്ടും കുരുമുളകിൻ്റെ വില ഉയരാത്തത് നമുക്ക് കർഷകർക്കൊക്കെ കനത്ത തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സാധാരണ ഈ സീസൺ സമയത്ത് പത്തനംതിട്ട നഗരത്തിൽ തീപിടുത്തം. 5 കടകൾ കത്തിനശിച്ചു. വിവരങ്ങളുമായി ശശിനാരായണൻ ഒപ്പം ചേരുന്നു. ശശി, എന്താണ് സംഭവിച്ചത്? കൃഷ്ണരാജ, അല്പസമയം മുമ്പാണ് പത്തനംതിട്ട നഗരത്തിൽ പ്രവർത്തിക്കുന്ന ചിപ്സ് സെന്ററിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇവിടുന്ന് ഉള്ള തീയാണ് മറ്റ് കടകളിലേക്ക് ഇത് പടർന്നിട്ടുള്ളത്. ഇപ്പോൾ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സെൻട്രൽ ജംഗ്ഷനാണ്, പത്തനംതിട്ട നഗരം മധ്യത്തിൽ തന്നെയാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അടുത്തടുത്ത് കടകൾ ഉണ്ട്. അതാണ് തീ അണയ്ക്കാനൊരു താമസമുള്ളത്. എന്തായാലും ഈ മറ്റ് കടകളിലേക്ക് തീ വ്യാപിക്കുന്നത് തടയാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തുന്നത്. അങ്ങനെ ഈ ചിപ്സ് സെന്ററിൽ നിന്നും ആണ് തീപിടുത്തം ആദ്യം ഉണ്ടായത്. കാരണം റോഡ് സൈഡിൽ തന്നെയാണ് ചിപ്സ് സെന്റർ ഉണ്ടാക്കുന്ന ഒക്കെ ഉള്ളത്. അവിടെ നിന്ന് തീ പടർന്നാകാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്ന കടകളാണ് ഈ പ്രദേശത്ത് സാധാരണഗതിയിൽ ഈ ചിപ്സ് സെന്ററുകളൊക്കെ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് ഫയർഫോഴ്സ് ഇപ്പോൾ പ്രാഥമികമായി നൽകുന്ന വിവരം. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമം
തുടരുകയാണ്. തൊട്ടടുത്തടുത്ത് ചെറിയ കടകളും വലിയ കടകളും ഒക്കെ ഉണ്ട്. അതിന്റെ നഗര മധ്യത്തിൽ തന്നെയാണ് ഉള്ളത്. അതിനുള്ള തീ അണയ്ക്കുന്ന ഉള്ള ശ്രമമാണ്. എന്തായാലും മറ്റു കടകളിലേക്ക് തീ പടരാനുള്ള ശ്രമം കൂടി ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നുണ്ട്. കൃഷ്ണരാജ്. ശശിനാരായണൻ, ഇത് വെറുതെ പറഞ്ഞു പോകാവുന്ന ഒരു തീപിടുത്തമല്ല. അതായത് വലിയ തീപിടുത്തമാണ്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തേണ്ടി വരും. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്തു പറയുന്നു? പക്ഷേ അത് തന്നെയാണ്. കാരണം ചെറിയൊരു കടയ്ക്കാണ് ആദ്യഘട്ടത്തിൽ തീപിടിച്ചത്. പക്ഷേ സമീപത്തെല്ലാം അടുത്തടുത്ത് ഉള്ള കടകളാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത കടകളിലേക്ക് അങ്ങനെ തീ പിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തൊട്ടടുത്ത കടകളിലൊക്കെ ഇപ്പോൾ തീ പിടിച്ചിട്ടുണ്ട്. ആ കടകളിലെ തീയാണ് ഇപ്പോൾ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ആദ്യഘട്ടത്തിൽ ഈ ചെറിയ കടയ്ക്ക് തീ പിടിച്ചിരിക്കുന്നത് സമീപത്തിരിക്കുന്ന വലിയ കടകളിലൊക്കെ തീ പിടിച്ച് എന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കേണ്ട പത്തനംതിട്ടയിൽ നിന്നും അതുപോലെ തന്നെ തിരുവല്ലയിൽ നിന്നും കോന്നിയിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. തീ അണയ്ക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു കണക്കുകൂടി നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഉള്ള തീപിടുത്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുള്ള ശ്രമം നഗരം മധ്യത്തിലായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ ഇതിന് ഒരു നാശനഷ്ടങ്ങളുടെ കണക്കുകൂടി ഉണ്ട് എന്ന് നമുക്ക് പിന്നീട് അത് പറയാൻ പറ്റും. എത്രത്തോളം ഉണ്ടെന്നുള്ള പിന്നീട് പറയാൻ പറ്റും. എന്നിരുന്നാലും മറ്റു കടകൾക്കൊക്കെ തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അടുത്ത കടകളിലെ ഷോർട്ട് സർക്യൂട്ട് ഒക്കെ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും സാഹചര്യത്തിൽ തീ അങ്ങോട്ട് വ്യാപിക്കാതിരിക്കാനുള്ള സാഹചര്യം കൂടി ആണ് ഇപ്പോൾ തുടരുന്നത്. ശശിനാരായണൻ, ഇത് എപ്പോഴും ഷോർട്ട് സർക്യൂട്ടാണ് എന്ന പ്രാഥമിക നിഗമനം വരാറുണ്ട്. ഇതിപ്പോൾ കണ്ടു നിൽക്കുന്നവർ എന്തു പറയുന്നു? സാധാരണ ഈ കടകൾക്ക് സാധാരണ ചിപ്പ് സെന്ററുകളൊക്കെ ഈ റോഡ് സൈഡിൽ തന്നെ വെച്ച് നടന്ന സെന്ററുകളാണ്. അതായത് അടുപ്പിച്ചടുപ്പിച്ച് എത്താൻ കടകൾ അവിടെ ഉണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഗ്യാസിൽ നിന്നുള്ള തീ പടർന്നാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇതുവരെ ഒരു സൂചന ലഭിച്ചിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാൻ കഴിയില്ല. അതെന്താണ് ഉണ്ടായെന്നുള്ള കാരണത്തെക്കുറിച്ച് അറിയില്ല. പക്ഷേ എന്തായാലും വലിയൊരു തീപിടുത്തം തന്നെയാണ് നഗരമധ്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. 2-3 കടകളിലോളം ഇപ്പോൾ തീ പിടിച്ചിട്ടുണ്ട്. അത് അണയ്ക്കാനുള്ള ശ്രമം കൂടി ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തുകയാണ്. എന്തായാലും തിരുവല്ലയിലും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും കോന്നിയിലും ഫയർഫോഴ്സ് സംഘമാണ് ഇപ്പോൾ ഇത് അണയ്ക്കുന്നത്. നഗര മധ്യത്തിലായതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു വലിയ ഗൗരവമുള്ളത്. തൊട്ട് അടുത്ത സമീപത്തെല്ലാം ചേർന്ന് നിരവധി കടകളുണ്ട്. അതൊന്നും ഒരു ഗ്യാപ്പില്ലാത്ത തരത്തിൽ അടുത്തടുത്തിരിക്കുന്ന കടകളാണ്. അത്തരത്തിൽ തീ അടുത്തോട്ട് വ്യാപിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അത് കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും നാശനഷ്ടങ്ങളെ കുറിച്ച് കൃത്യമായി ഇപ്പം പറയാൻ കഴിയില്ല. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശശിനാരായണൻ, ഇപ്പോൾ ഒരു ദൃശ്യം കാണുന്നത് തീ കുറെയൊക്കെ നിയന്ത്രണ വിധേയമായി എന്ന് തോന്നിപ്പിക്കുന്നതാണ്. അതെ, അതായത് ഈ തൊട്ടടുത്ത കടകളിൽ ഒക്കെ ആ രീതിയിലേക്ക് മാറ്റാനുള്ള രീതിയിലുള്ള തീ പിടിക്കാതിരിക്കുന്ന ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തുന്നത്. അത്തരത്തിൽ തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള ശ്രമത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തീ അടിയന്തര ഘട്ടത്തിൽ തന്നെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഫയർഫോഴ്സ് എത്തി ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയതാണ്. വലിയ രീതിയിൽ മറ്റു കടകളിലൊക്കെ പടരാതിരിക്കാനും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ വ്യാപിക്കാതിരിക്കാൻ ഒരു കാരണമായത്. അതുകൊണ്ട് തന്നെ ഇപ്പം അല്പസമയത്തുള്ള തീ അണയ്ക്കുന്ന നിയന്ത്രണ വിധേയമാകും എന്നുള്ളതാണ് സുരേഷ്. ഇത് എന്ത് കടയാണ്? കൃഷ്ണ, ഇത് ചിപ്സ് ഉണ്ടാക്കുന്ന കടയാണ്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിപ്സ് റോഡ് സൈഡിൽ ഈ ചെറിയ കടകൾ അടുപ്പിച്ചടുപ്പിച്ച കടകളുണ്ട്. ബേക്കറി കട. സ്വാഭാവികമായിട്ട് ഈ ചിപ്സ് ഒക്കെ നിർമ്മിക്കുന്ന കടയാണെങ്കിൽ ഈ ഗ്യാസ് സിലിണ്ടറൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെ, അത്തരത്തിലുള്ള കാര്യം കൂടിയാണ് പരിശോധിക്കുന്നത്. അത് ഏത് തരത്തിലാണെന്ന് ഇപ്പോൾ നമുക്ക് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഷോർട്ട് സർക്യൂട്ട് ആണോ അതോ ഗ്യാസും മറ്റും ലീക്ക് ചെയ്ത് തീപിടിച്ചതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ റോഡിനോട് ചേർന്ന് ആണ് ഇത്തരത്തിലൊരു ചിപ്സ് ഉണ്ടാക്കുന്നത്. അത് കടയ്ക്കുള്ളിലോട്ട് തീ അവിടുന്ന് പിടിച്ച് തീ കടയ്ക്കുള്ളിലോട്ട് വ്യാപിച്ചിട്ടുണ്ട്. അവിടുന്ന് തൊട്ടടുത്ത കടകളിലേക്ക് തീ പടരുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് അടയ്ക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തുന്നത്. എന്തായാലും മറ്റു കടകളിലേക്ക്